നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പുയംകുട്ടിയിലാണ്. ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്തുന്ന വലിയ കാട്ടിലേക്കാണ്. ഈ നാടിനെയും കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ബ്ലാവന ഫെറിയാണ്. മഴക്കാലത്ത് ഇവിടുത്തെ അവസ്ഥ ഇതുപോലൊന്നും ആയിരിക്കില്ല. ഈ പുഴ അങ്ങ് കവിയും. പുഴ കവിഞ്ഞാൽ പിന്നെ നാടിനെയും കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വലിയ പാടാണ്. വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ ആളുകൾക്ക് ഒരേ ആവശ്യമേ ഉള്ളൂ, ഈ പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം വരണമെന്നുള്ളത്. ആ ആവശ്യമായിട്ട് ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയുണ്ട്. കല്ലേലിമേട്ടിലെ വെള്ളച്ചാട്ടം. ഇവിടെ വരെ യാത്രക്കാർക്ക് പ്രവേശനാനുമതിയുണ്ട്. ചെറിയ ഫീസിന് നിരക്കിലൊക്കെ നമുക്ക് ഇവിടേക്ക് പ്രവേശനാനുമതിയുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിബിഡ വനമേഖലയാണ്. അവിടേക്ക് നിലവിൽ യാത്രക്കാരെയൊന്നും കടത്തിവിടുന്നില്ല. ഇനി ഈ കാണുന്ന കയങ്ങൾ ഇതിപ്പോൾ വേനൽക്കാലമാണ്, അധികം വെള്ളം അതിൻ്റെ ലഭ്യതകളൊക്കെ കുറവാണ്. പക്ഷേ മഴക്കാലമായാൽ ഇതുപോലൊന്നായിരിക്കില്ല അവസ്ഥ. ഇത് നിറയെ വെള്ളമായിരിക്കും. കാണുമ്പോൾ ഈ കാണുന്ന ചുറ്റുമുള്ള കുഴികളൊക്കെ നിസ്സാരക്കാരനായിട്ട് തോന്നും. പക്ഷേ ഈ കോലിൻ്റെ അളവ് കണ്ടോ, അങ്ങ് താഴെ കുത്താത്ത രീതിയിൽ തന്നെ കോല് തിരിച്ചു വരികയാണ്. അപ്പോൾ നിസാരക്കാരനല്ല, നല്ല രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കയങ്ങളാണ് അതിന് ചുറ്റുമുള്ളത് തന്നെ. ചേട്ടാ ഒരു ചായയെ. ഇതാണ് കല്ലേലിമേട്ടിലെ ടൗണ്. നമ്മൾ കാണുന്ന പോലെ വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ടൗണാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നത് നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നതും ഈ ഒരു ടൗണാണ്. 3-4 കടകൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ചായക്കട കൂടെയുണ്ട്, നല്ല ചായയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചായക്കട. ഇവർ ഈ കാട്ടിലേക്കാണ് പശുക്കളെ വിട്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പാല് കൊണ്ടാണ് ഈ ചായക്കടയിൽ, മിൽമ പാലൊന്നും അല്ലാത്ത പാല് കൊണ്ടല്ല, ഫ്രഷ് പാലും കൊണ്ട് കിട്ടുന്ന ചായ ആയിരിക്കും ഇവിടെ കിട്ടുക. ഈ 4 കടകളിലൊന്ന് റേഷൻ കടയാണ്. ഇവിടെ ഈ പറയുന്ന കാടുകളിൽ താമസിക്കുന്ന ആദിവാസി ഊരുകൾ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഇവിടെ വന്ന് റേഷൻ കടകളും മറ്റു സാധനങ്ങളും അരിയും ഒന്നും വാങ്ങാൻ അത്ര എളുപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ റേഷൻ കടയിലുള്ള ചേട്ടൻ അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവരുടെ ഊരിലേക്ക് എത്തിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇവിടെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കുറേ നാളായോ എന്ന് വെച്ചാൽ ജനിച്ച് വളർന്ന ഇവിടെയാണോ? അല്ല, ചാലക്കുടിക്കാരനാ. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അതൊന്നും സുപ്രഭാതത്തിലൂടെ വന്ന് പെട്ടു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു പെണ്ണായിട്ട് സ്നേഹമായി, അതിനെ കെട്ടിച്ച്. അപ്പം എന്നാ അതിനെ കെട്ടി പിന്നെ കല്ലേലിമേട്ടിൽ നിന്നുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടത്. വേനൽക്കാലമാണ്, നമ്മുടെ നാട്ടിലെ വെള്ളമൊക്കെ പതിയെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. പക്ഷെ കാട്ടിലെ പ്രത്യേകത എന്താണെന്നറിയോ? എത്ര വേനൽ വന്നാലും കാട്ടിലെ ആളുകളൊന്നും ഒരിക്കലും പട്ടിണി എടുക്കേണ്ടി വരില്ല, വെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എത്ര വേനൽക്കാലം വന്നാലും ഒരിക്കലും വറ്റാത്തൊരു തോടാണ് ഈ പ്ലാത്തോടുള്ളത്. നല്ല തണുപ്പുണ്ട്, കാട്ടിൽ നിന്ന് നേരെ വരുന്ന വെള്ളമാണ്, ചെറിയ നേരിയ മധുരമുണ്ട് ഇതിന്. വേനൽക്കാല സമയത്തൊക്കെ ഇവിടെ കാട്ടിൽ വന്ന് നിന്ന് ഇവിടുത്തെ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തുകാർ തന്നെ ഉണ്ടാക്കിയെടുത്താണ് ഈ ഏർപ്പാട്. ഈ കാടിനുള്ളിൽ ഒരുപാട് കൗതുക കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അടർക്കല്ല്. ഈ പേരെങ്ങനെ വന്നു എന്നല്ലേ? ഈ കല്ലിൻ്റെ വലിപ്പം കണ്ടോ, എത്രമാത്രം വലുതാണെന്ന് നോക്ക്. ഇതിന് പിന്നിൽ ഒരു വലിയ മലയുണ്ട്. ഇവിടുത്തുകാർ പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ. അങ്ങനെ ഒരിക്കൽ ഈ മലയിൽ നിന്ന് ഒരു ഭാഗം പൊട്ടി അടർന്ന് വീണാണ് ഈ കല്ലിവിടെ വന്ന് നിന്നു. കല്ലിങ്ങനെ നിൽക്കും എന്നുള്ള ചിന്ത കൂടെ ഉണ്ടാവും. ഒരു വലിയ മരം കണ്ടോ, ഇതിൽ വന്ന് ഇങ്ങനെ സ്റ്റക്കായി നിന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്ന ഒരു കഥ.
മഴക്കാലമായാൽ പിന്നെ വാര്യംകുത്തിലെ കാഴ്ചകളൊന്നും ഇതുപോലൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇതുപോലെ 4 തട്ടുകളായിട്ട് വെള്ളം ചേർന്ന് അങ്ങ് താഴെ വാര്യംകുത്ത് പോലെ ഒരു ഭാഗത്തേക്ക് വെള്ളങ്ങൾ അങ്ങനെ വന്ന് കൂടിച്ചാടി കുത്തിച്ചാടി നിൽക്കുകയാണ് ചെയ്യാറ്. ഇതാണ് വാര്യമുന്നതി. ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം നിബിഡ വനമേഖലയിൽ ഉൾപ്പെട്ടതാണ്. ഇത് ഇവിടുത്തെ അംഗനവാടിയാണ്. ഏകദേശം 156ഓളം ആളുകളാണ്, ആദിവാസി ആളുകളാണ് ഈ ചെറിയ ഉന്നതിയിൽ താമസിക്കുന്നത്. കുട്ടികൾ ഒരു 4-5 കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. പറയുന്ന പോലെ വനമേഖലയിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആനയുടെ ശല്യമുണ്ട്. ഗ്ലാസ് ചില്ലുകളൊക്കെ ആണെങ്കിലും പൊട്ടിയ രീതിയിൽ. ഇതൊരു വായനശാലയാണ്. ആ വായനശാലയുടെ സൈഡിലുള്ള ഡോർ നശിപ്പിച്ച രീതിയിലൊക്കെ കാണാൻ പറ്റുന്നത്. എങ്കിലും ഇവിടെ ഈ പറയുന്ന പോലെ വനമേഖലയായിട്ട് പോലും ഇവർക്ക് വേണ്ടി ഈ പറയുന്ന പോലെ സോളാർ സൗകര്യങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ മുൻപ് ഈ നാട്ടിലൊന്നും വെളിച്ചമുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2 മാസം മാത്രമായിട്ടുള്ളൂ ഈ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ സോളാർ ലൈറ്റ് വന്നത്. ചെറിയ ഫാനുകളും ലൈറ്റുകളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ ഇപ്പോഴും പ്രായോഗികമല്ല. പക്ഷേ അതികഠിനമായിട്ടുള്ള മഴക്കാലം വരുന്ന സമയത്ത് ഈ പ്രദേശത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും വളരെയധികം ദുഃഖത്തിൽ തന്നെ ആഴ്ത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ഒരു 10ാം ക്ലാസ്സിനൊക്കെ ശേഷം അവരുടെ വീടുകളിൽ നിന്ന് മാറി താമസിക്കുകയാണ് പതിവ്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് അവർക്ക് വീട്ടിലൊക്കെ കയറാനുള്ള അനുമതിയും മറ്റും ഒക്കെ ഉള്ളൂ. അതുവരെ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് അവരൊക്കെ പോവുക. അവർ താമസിക്കുക നമ്മുടെ പിറകിൽ കാണുന്ന ഈ ചാവടിപ്പുര എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വന്നവർ രാത്രി കാലങ്ങളിൽ താമസിക്കും. ഈ വാര്യമുന്നതിയിൽ ചെറിയ ഒരു അമ്പലമുണ്ട്. വർഷത്തിലൊരിക്കൽ ഈ അമ്പലത്തിൽ സ്വാമിയൂട്ട് ഉത്സവം നടക്കും. സ്വാമിയൂട്ട് ഉത്സവം എന്താണെന്നല്ല, ഇവിടുത്തെ ആളുകളെല്ലാം ഒത്തുചേർന്ന് ഒരുമിച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആഘോഷത്തിൻ്റെ നാളുകളായിരിക്കും ഏകദേശം ഈ 2 ആഴ്ച എന്ന് പറയുന്നത്. ആദ്യമായാണ് ഇതുപോലൊരു മീൻപിടുത്തം കാണുന്നത്. ചോറിനൊപ്പം എന്നും പരിപ്പ് കറിയാണ്. കൂടിപ്പോയ പയറോ കടലയോ കറി വയ്ക്കും. ഇനി പച്ചക്കറി കൂട്ടി ചോറ് കഴിക്കണമെങ്കിൽ ഒരുപാട് ദൂരം താണ്ടി കാടിറങ്ങണം. ഇങ്ങനെ മുതുകിൽ കെട്ടും, കാട്ടിലുള്ളിൽ പോകും, വിറകെടുക്കും. കയ്യിൽ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങളുണ്ട്. ഇതെന്താണ്? ചോറും ചെതലും. കാട്ടിലുള്ള ചെതല കൂടി അതൊക്കെ എടുക്കും. ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിന് മീതെ ഒരു തുണി കുറുകെ കെട്ടും. അതിന് നടുവിൽ വലിയൊരു ദ്വാരം. 20 മിനിറ്റോളം ഇങ്ങനെ കാത്തിരിക്കണം. ഇനി പാത്രം പുറത്തെടുക്കാൻ സമയമായി. പറഞ്ഞു കേട്ട കഥകൾക്കുമപ്പുറം കാട് വലിയ വിസ്മയമാണ് നമുക്ക് സമ്മാനിച്ചത്. ഒരുപാട് കഥകൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. തൽക്കാലത്തേക്ക് മണിക്കൂറുകൾ നീണ്ട യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.